ഹായ്, ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യു ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പം ലൈവാസ്റ്റ് ഗോവാൺ ഓൾവേസ് പോസിറ്റീവായി. ഗുഡ് ബാഡ് അഗ്ലി അജിത്തിൻ്റെ ഏറ്റവും പുതിയ ചിത്രം ഏപ്രിൽ 10-നാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ഇനി റിലീസുകൾക്ക് അല്ലെങ്കിൽ റിലീസ് ചെയ്യുവാൻ ഇനി ദിവസങ്ങൾ മാത്രം. അപ്പോൾ ചിത്രത്തെക്കുറിച്ച് നോക്കുമ്പോൾ തമിഴ്നാട്ടിലൊക്കെ പ്രീസെയിലൊക്കെ വളരെ റെക്കോർഡ് വേഗത്തിലാണ് ടിക്കറ്റുകളും കാര്യങ്ങളൊക്കെ വിറ്റഴിയുന്നത്. അതായത് ബീസ്റ്റ്, ലിയോ തുടങ്ങിയ ചിത്രങ്ങളുടെയൊക്കെ റെക്കോർഡുകൾ ഇതുവരെ പ്രീസെയിലിൽ റെക്കോർഡുകളൊക്കെ മറികടന്നുവെന്നാണ് തമിഴ്നാട്ടിലുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഓപ്പണിംഗ് ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്രയ്ക്ക് വലിയ പ്രീസെയിൽ ടിക്കറ്റ് ബുക്കിംഗാണ് തമിഴ്നാട്ടിലുടനീളം കാണുവാനായിട്ട് സാധിച്ചത്. അതോടൊപ്പം അജിത്തിനെ കട്ടൗട്ട് ഒരു 255 അടി ഉയരത്തിൽ അജിത്തിനെ കട്ടൗട്ട് വയ്ക്കാനുള്ള ആരാധകരുടെ ശ്രമം പരാജയപ്പെട്ടു. കട്ടൗട്ട് മറിഞ്ഞ് വീഴുകയും ഒക്കെ ചെയ്തു. അതൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. അങ്ങനെ ഗുഡ് ബാഡ് അഗ്ലി എന്ന ആ ഒരു സിനിമയുടെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് നടക്കുകയാണ്. ടീസർ ആയിക്കോട്ടെ വലിയ വരവേൽപ്പായിരുന്നു. ടീസറും റെക്കോർഡിട്ടു, ടീസർ വീഡിയോയും റെക്കോർഡിട്ടു ലൈക്ക് വ്യൂസിൻ്റെ കാര്യത്തിൽ. അതോടൊപ്പം ട്രെയിലർ വീഡിയോയും റെക്കോർഡിട്ടു. ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട തമിഴ് ട്രെയിലർ എന്ന പേര് ഗുഡ് ബാഡ് അഗ്ലി ട്രെയിലർ സിനിമയുടെ പേരിലാണ്. ഇനി റെക്കോർഡുകളാണ് ടീസറും ട്രെയിലറും എല്ലാം വാരിക്കൂട്ടിയത്. അതുകൊണ്ട് തന്നെ നല്ല മികച്ച പ്രതികരണമായിരുന്നു ടീസറിനും ട്രെയിലറിനും എല്ലാം ലഭിച്ചത്. അതുകൊണ്ട് തന്നെ വളരെ ഒരു എക്സ്പെക്റ്റേഷനാണ് ഈ സിനിമയ്ക്ക് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് ആദിക് രവിചന്ദ്രൻ, മാർക്ക് ആന്റണിക്ക് ശേഷം സംവിധാനം ചെയ്യുന്ന ചിത്രം. അതോടൊപ്പം അജിത്തിൻ്റെ ഒരു ആരാധകനാണ് ആദിക് രവിചന്ദ്രൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാൻസിന് വേണ്ടിയുള്ള ഒരു ട്രീറ്റായിട്ടായിരിക്കും ഈ ചിത്രം എടുത്തിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതോടൊപ്പം ട്രെയിലറൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് നമുക്ക് മനസ്സിലാക്കിയിടത്തോളം ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ അജിത്തിന് മുൻകാല ചിത്രങ്ങളുടെ റെഫറൻസുകളെല്ലാം നമ്മൾ ടീസറിലും ട്രെയിലറിലും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതോടൊപ്പം മങ്കാത്ത ആയിക്കോട്ടെ, മങ്കാത്ത, വേതാളം, വീരം, ദീന, ബില്ല തുടങ്ങിയ നിരവധി ചിത്രങ്ങളുടെ നിരവധി ചിത്രങ്ങളുടെ റെഫറൻസുകൾ നമ്മൾ ചിത്രത്തിലുടനീളം കാണുവാനായിട്ട് കണ്ടു. സജി കാതൽ മന്നനെ, അങ്ങനെ പഴയ അജിത് കാല ചിത്രങ്ങൾ തൊട്ട് സമീപകാലത്തിലുള്ള അജിത് ചിത്രങ്ങളിൽ അവരുടെ റെഫറൻസുകൾ ചിത്രത്തിലുണ്ട്. അതോടൊപ്പം ട്രെയിലർ കണ്ടപ്പോൾ റെഫറൻസുകൾ ഒരു മാഷപ്പായിട്ടാണ് തോന്നിയതെങ്കിലും ആദിക് രവിചന്ദ്രൻ ആയതുകൊണ്ട് തന്നെ ചിത്രത്തിൽ എന്തെങ്കിലുമൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതോടൊപ്പം ഒരു ക്യാമിയോ ഉണ്ടെന്ന രീതിയിലുള്ള ഇതും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ്. അതാരാണെന്നറിയില്ല. ഒരു വലിയ സ്റ്റാറാണ് ക്യാമിയോ എന്ന രീതിയിലാണ് ഇപ്പോഴത് പ്രചരിക്കുന്നത്. അത് എത്രമാത്രം സത്യമാണെന്നും അറിയില്ല. ഏപ്രിൽ 10-നാണ് അത് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. തൃഷ, സിമ്രാന്, എസ് എ സൂര്യ, അങ്ങനെ നീണ്ടൊരു ആർട്ടിസ്റ്റ് പട്ടാളം അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളുടെ നീണ്ട നേരെയാണ് ചിത്രത്തിലുടനീളം കാണുവാനായിട്ട് സാധിച്ചത്. കാർത്തികേയ, അർജുൻ ദാസ്, അങ്ങനെ നിരവധി താരങ്ങൾ ഈ ചിത്രത്തിലുണ്ട്. ഏതായാലും ഏപ്രിൽ 10-ന് ഒരു അടിപൊളി സംഭവമായിരിക്കും. ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു സംഭവമായിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം വിടാമുയർച്ചി എന്ന ചിത്രം വേണ്ടത്ര രീതിയിൽ ആരാധകർക്ക് തൃപ്തി വന്നില്ല. അതുകൊണ്ട് തന്നെ ആ വിടാമുയർച്ചയിലെ ക്ഷീണം ഗുഡ് ബാഡ് അഗ്ലിയിൽ അജിത്ത് തീർക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നല്ലൊരു ഓപ്പണിംഗ് ആയിരിക്കും ചിത്രം ലഭിക്കുക. അതോടൊപ്പം ജി വി പ്രകാശിൻ്റെ മ്യൂസിക്കും കൂടെ ആയപ്പോഴേക്കും പാട്ടുകളും ഓൾറെഡി ഹിറ്റാണ്. BGM ഒക്കെ അടിപൊളി BGM-ആണ്. ജി വി പ്രകാശ് ഇപ്പോഴും മിന്നിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം. പടത്തിന് ഈ പടം അനിരുദ്ധ് എങ്ങനെയായിരുന്നു അതുപോലെ ആ ലെവലിലേക്ക് ഇപ്പോൾ ജി വി പ്രകാശ് വന്നുകൊണ്ടിരിക്കുകയാണ്. അമരനിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഏതായാലും നല്ലൊരു ട്രീറ്റ് ആയിരിക്കും ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നല്ലൊരു എക്സ്പെക്റ്റേഷനാണ് ചിത്രത്തിന് മേൽ ഓൾറെഡി ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെയൊക്കെയാണ് ടിക്കറ്റ് സെല്ലിങ്ങിലും കാര്യങ്ങളിലുമൊക്കെ നമ്മൾ ഇപ്പോൾ കാണുന്നത്. തമിഴ്നാട്ടിൽ സോളോ റിലീസാണെങ്കിലും കേരളത്തിൽ ക്ലാഷാണ്. മമ്മൂക്കയുടെ ബസൂക്കയുണ്ട്, ആലപ്പുഴ ജിംഖാനയുണ്ട്, അതോടൊപ്പം ബേസിലിൻ്റെ മരണമാസമുണ്ട്. ഈ 3 ചിത്രങ്ങൾക്കൊപ്പമാണ് ഗുഡ് ബാഡ് അഗ്ലി ഇറങ്ങുന്നത് കേരളത്തിൽ. പക്ഷേ തമിഴ്നാട്ടിൽ സോളോ റിലീസാണ്. ഏതായാലും തലയുടെ കോട്ടയെ തമിഴ്നാട്ടിൽ അദ്ദേഹം അടിച്ച് താർക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കേരളത്തിലേക്ക് വരുമ്പോഴേ ഉള്ളൂ ക്ലാഷൊക്കെ ഉള്ളതുകൊണ്ട് ചിത്രം എത്രത്തോളം ഇവിടെ റണ്ണാകുമെന്നത് കണ്ടൻറ്റ് വെച്ചേ നമുക്ക് പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. തമിഴ്നാട്ടിലെപ്പോൾ ഒരു ആരാധക വൃന്ദം അദ്ദേഹത്തിന് കേരളത്തിലില്ല എന്നതും ഒരു വസ്തുതയാണ്. ഏതായാലും നല്ലൊരു ഓപ്പണിങ്ങും കാര്യങ്ങളൊക്കെ ചിത്രത്തിന് ലഭിക്കുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. ഏപ്രിൽ 10-നാണ് ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.